മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. മഹാരാഷ്ട്രയിൽ മുഴുവൻ 288 മണ്ഡലങ്ങളിലും നാളെ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത്. ഈ മാസം 23-നാണ് ഫലപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടൊപ്പം തന്നെ ഈ രണ്ടിടങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്താണ് ഈ ജാർഖണ്ഡിലെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങളും? ദിവസങ്ങൾ നീണ്ട ശക്തമായ പ്രചാരണത്തിനൊടുവിലാണ് ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണവും കഴിഞ്ഞ് നാളെ രാവിലെയോടുകൂടി മഹാരാഷ്ട്ര പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. മഹാരാഷ്ട്രയിലെ ആകെ 288 മണ്ഡലങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മണ്ഡലങ്ങളുള്ള വിസ്തൃതിയുള്ള ജനസംഖ്യയുള്ള രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഒറ്റഘട്ടമായി എത്തുകയാണ്. 288 മണ്ഡലങ്ങളിലും നാളെ ഒറ്റഘട്ടത്തിലായി വോട്ടെടുപ്പ് നടക്കും. അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളും വാദപ്രതിവാദങ്ങളുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ ഭാഗത്തുനിന്നും ഒപ്പം കോൺഗ്രസും NCPയും ശിവസേന ഉദ്ധവ് വിഭാഗവും ഉൾപ്പെടുന്ന മറുകക്ഷിയുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ. അതിനുശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിന് ശേഷം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ആർക്ക് മഹാരാഷ്ട്ര ഭരിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. ജനങ്ങൾ ഏത് രീതിയിൽ വിധി എഴുതും എന്നുള്ളത് ഏറെ പ്രസക്തമായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 288 അംഗ നിയമസഭയിൽ 105 സീറ്റുകൾ നേടിക്കൊണ്ട് BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. പിന്നീട് ശിവസേന 65 സീറ്റുകൾ നേടി. അത്തരത്തിൽ ഒരു തുടർ ഭരണമായിരുന്നു അവിടെ NDAക്ക് ലഭിച്ചതെങ്കിലും പിന്നീട് നടന്നിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശിവസേന കോൺഗ്രസിനൊപ്പം ചേരുന്നു. ഉദ്ധവ് നേരെ നിലപാടുകൾ മാറ്റിക്കൊണ്ട് കോൺഗ്രസിനും NCPക്കും ഒപ്പം ചേർന്നുകൊണ്ട് മുൻപോട്ട് പോകുന്നു. പിന്നീട് ശിവസേന പിളർന്നുകൊണ്ട് ഷിൻഡെ വിഭാഗം തിരിച്ച് BJPയിലേക്ക് എത്തിക്കൊണ്ട് വീണ്ടും BJPയുടെ നേതൃത്വത്തിൽ ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള സർക്കാർ രൂപീകരിക്കുന്നു. അത്തരത്തിൽ അതിനാടകീയമായ രാഷ്ട്രീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മഹാരാഷ്ട്ര. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് തന്നെ ശിവസേനയും NCPയും പിളർന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ശിവസേന ഉദ്ധവ് വിഭാഗവും ഷിൻഡെ വിഭാഗവും ഒപ്പം ശരത് പവാറിന്റെ NCP ശരത് പവാർ പക്ഷവും ഒപ്പം അജിത് പവാർ പക്ഷം എന്നിങ്ങനെ രണ്ട് പാർട്ടികളും വിഭജിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എല്ലാവരെയും സംബന്ധിച്ച് നിലനിൽപ്പിന്റെയും ശക്തി തെളിയിക്കുന്നതിന്റെയും ഒരു അവസരം കൂടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 105 സീറ്റുകൾ നേടി BJP ആയിരുന്നു മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാര തുടർച്ച നേടും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം കോൺഗ്രസിനെയും NCPയെയും എല്ലാം രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ മുസ്ലിം ഉലമ ബോർഡ് മുൻപോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ അംഗീകരിച്ചുകൊണ്ടാണ് അവരുടെ വോട്ട് വേണം എന്ന നിലപാടിലേക്ക് കോൺഗ്രസും NCPയും ശിവസേന ഉദ്ധവ് വിഭാഗവും എത്തിയത്. അത് തന്നെ വളരെ വർഗീയമായിട്ടുള്ള നിലപാടുകൾ മഹാരാഷ്ട്രയിൽ പോലീസിൽ മുസ്ലിം യുവാക്കൾക്ക് മുൻഗണന, കൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ കലാപവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗത്തിനെതിരെ എടുത്തിട്ടുള്ള കേസുകൾ റദ്ദാക്കണം, RSSനെ നിരോധിക്കണം, വഖഫ് നിയമ ഭേദഗതി തടയണം തുടങ്ങി ഇത്തരത്തിൽ മുസ്ലിം ഉലമ ബോർഡ് മുൻപോട്ട് വെച്ച ഉപാധികൾക്ക് വഴങ്ങിക്കൊണ്ടായിരുന്നു കോൺഗ്രസും NCPയുടെയും പ്രചരണം. ആ ഒരു വിഷയം വളരെ രൂക്ഷമായി കോൺഗ്രസിനെയും NCPക്കും എതിരെ വിമർശിച്ചുകൊണ്ട് ഇത് ഛത്രപതി ശിവാജി മഹാരാജിന്റെ നാടാണെന്നും ഒപ്പം ബാൽസാഹേബ് താക്കറെയുടെ ശിവസേനയ്ക്ക് ഒരിക്കലും NCPക്കും കോൺഗ്രസിനുമൊപ്പം സഖ്യം ചേരാൻ സാധിക്കില്ല തുടങ്ങി വളരെ കൃത്യമായി ഉദ്ധവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഒപ്പം കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന നയം ലക്ഷ്യം വെച്ചുകൊണ്ടുമായിരുന്നു BJP NDA ക്യാമ്പിന്റെ പ്രചാരണം മുൻപോട്ട് പോയത്. ഏതായാലും നാളെ 288 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ വ്യവസ്ഥകളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് നാളെ
നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ 13-ാം തീയതി ഒന്നാം ഘട്ടത്തിൽ 43 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തിയിരുന്നു. നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോൾ ജാർഖണ്ഡിലും ഇത്തവണ എന്ത് രാഷ്ട്രീയ നിലപാടായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. കാരണം 2019 BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുകയും ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ JMM സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ JMM-ഉം കോൺഗ്രസും ഉൾപ്പെടുന്ന മുന്നണിയും ഒപ്പം മറുപക്ഷത്ത് BJPയും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും LJPയും കൂടാതെ നിതീഷ് കുമാറിന്റെ പാർട്ടിയും ചേർന്നുകൊണ്ടുള്ള സഖ്യവുമാണ് നേർക്കുനേർ ജാർഖണ്ഡിൽ മത്സരം നടത്തുന്നത്. ജാർഖണ്ഡിൽ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ ഉയർന്നിട്ടുള്ള ഖനന അഴിമതി, കള്ളപ്പണ ഇടപാടുകൾ ഇവ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാർഖണ്ഡിൽ അഴിമതിയിൽ മുഖ്യ സർക്കാരിനെ പുറത്താക്കണമെന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു BJPയുടെ പ്രചരണം. അവിടെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത്. ഐസൻ. ശരി ജിഷ്ണു.